മണ്ടോദരി മാഡത്തിനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ മുരിങ്ങയ്ക്ക മൂടാ. അതെ. ഇതിനകത്ത് മുരിങ്ങയ്ക്ക മൂട് വെട്ടിയിട്ട് കുറുക്കം മൂലെന്ന് തിരുത്തിയത് ആരാ? അതാ ഞാൻ തന്നോട് ചോദിക്കണ ആരാ? ഈ ഓഫീസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേറെ ആരും വന്നിട്ടില്ല. ഇല്ലല്ലോ. ഇല്ല സാർ. അപ്പൊ പിന്നെ ഇതാരാ ചെയ്തേ? അത് ശരിക്കും ഈ രജിസ്റ്ററിൽ അങ്ങനെ ഒരു വെട്ടോ തിരുത്തോ വന്നു കഴിഞ്ഞാൽ സൂപ്രണ്ടായി ഞാൻ ഒപ്പിടണം, DD ഒപ്പിടണം. അതാണ് നിയമം. ആണല്ലോ, ആ നിയമമാണല്ലോ. തീർച്ചയായും. ഇതിലാരാ ഒപ്പിട്ടേക്കണേ? ഇത് ഒപ്പിട്ടെ ഞാൻ താൻ കാണിച്ചിരിക്കുന്നത് മഹാ തെമ്മാടിത്തരമാണ്. എന്ത് തോന്നിയ സാറേ കാണിച്ചു വെച്ചേക്കണേ? സാറേ അതെ സാറേ, മണ്ടോദരി ടീച്ചർക്ക് ജോലി ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലമാണ് സാറേ. കുറുക്കം പോലെ ഒറ്റ കുറുക്കല്ല സ്ഥലം. താനാണ് അവിടെ തീരുമാനിക്കണേ? ജോലിയൊന്നും പോയില്ല. എടാ, വിദ്യാഭ്യാസ വകുപ്പില് ശമ്പളം വാങ്ങിച്ച് ജോലിയുടെ ഒരു ഉദ്യോഗസ്ഥനല്ലേ? ഇമ്മാര് ചട്ടത്തരം കാണിക്കാൻ കൊള്ളാവോടോ? തനിക്കിതിൽ എത്ര ലാഭം കിട്ടി? താൻ ഇത് വെട്ടിത്തിരുത്തി വേറെ ആളിന് അവിടെ അപ്പോയിന്റ്മെന്റ് വാങ്ങി കൊടുത്തപ്പോ എത്ര രൂപ ലാഭം കിട്ടി എനിക്ക്? അങ്ങനെയൊന്നും കിട്ടിയില്ല. തനിക്കെതിരെ ഞാൻ നടപടി എടുക്കാൻ തന്റെ ജോലി ഞാൻ തരുന്നു. ഇത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുക്കും. അങ്ങനെ പറയാ ഒന്നും പറയണ്ട. എടോ, കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തനിക്ക് അറിയില്ല. താനൊക്കെ അച്ഛൻ മരിച്ച് ജോലി കിട്ടിയ ആളല്ലേ? തനിക്കിതൊന്നും അറിയില്ലടോ അതിന്റെ കഷ്ടപ്പാട്. ഒന്നും പറയണ്ട, താനൊന്നും പറയണ്ട. തനിക്കെതിരെ ഇതിന് ഞാൻ നടപടി കൈക്കൊള്ളും. എന്റെ കണ്ണുമുന്ന് പോകണം. തന്നൊക്കെ ജോലി പോകണം. താ പഠിക്കണം എന്താണ് ജോലിയുടെ ബുദ്ധിമുട്ടെന്ന്. പറ്റിപ്പോയി സാറേ. പൊക്കോടെ കണ്ണുമുന്ന്. ഹലോ പ്യാൻ സാറേ, നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? എത്ര തവണ വിളിച്ചു? അതെ സാർ, എൻ്റെ പണി പോകുന്ന തോന്നുന്നു. നിങ്ങൾ യൂണിയൻ പറഞ്ഞിട്ടാണ് മുരിങ്ങാക്ക UPS ചേരേണ്ട മണ്ടോദരി ടീച്ചറെ കുറുക്കമൂലിലേക്ക് രജിസ്റ്റർ തിരുത്തിയിട്ട് ഞാൻ മാറ്റിയത്. അത് നിങ്ങൾ പറഞ്ഞിട്ട് ടീച്ചർ ഓഫീസിൽ വന്നു. സൂപ്രണ്ട് രജിസ്റ്റർ തിരുത്തിയത് മനസ്സിലാവുകയും ചെയ്തു. ട്രസ്റ്റ് ഉണ്ടാക്കി. പണി പോവും, ഉറപ്പ്. എന്നാൽ എൻ്റെ പണി പോകും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് കാര്യം ശരിയാക്കണം. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യം ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പൈസ എന്ന് പറഞ്ഞാൽ എനക്ക് മാത്രം പൈസ എനക്ക് മാത്രം കിട്ടി. എനക്കൊന്നും കിട്ടുന്നില്ലേ? അതൊന്നും അറിയണ്ട. നിങ്ങൾ വരണം, അല്ല എൻ്റെ പണി പോകും. എൻ്റെ ചോറാന്ന് എൻ്റെ പണി. ആ സാറേ, പെട്ടെന്ന് പോ. തമാശയും കഴിയും. അതിന് പേടിക്കണ്ട. ഇല്ലാന്നേ. നിങ്ങൾ എന്തിനാ വെപ്രാളപ്പെടണ? സംഘടനാ നേതാക്കളായി കഴിഞ്ഞാൽ അവര് ചർച്ചയ്ക്ക് വിളിക്കും. പക്ഷെ അവര് പറയണമെന്ന് നമ്മൾ അംഗീകരിക്കാതിരുന്നാ പോരെ? ഒരു കാര്യമില്ല. നമ്മൾ ഈ വിദ്യാഭ്യാസ മേഖലേനെ ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ സംഘടനയുടെ വരിസംഖ്യ തരാത്ത ആളുകളുടെ ലിസ്റ്റ് നീ എനിക്ക് ഉടനെ എത്തിച്ചേരണം. ആ PPS സ്കൂളിലെ ചന്ദ്രമാഷ് പിരിവ് തരൂല എന്ന് പറഞ്ഞാ അവനോട് മുട കാണിച്ചാലേ അടുത്ത അധ്യയന വർഷം ആ സ്കൂളിൽ അവൻ ഇരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞേര്. ഒരു ദിവസത്തെ സെമിനാറേ ഉള്ളൂ. അതിൽ പങ്കെടുക്കണ എല്ലാവർക്കും നമ്മൾ ഡ്യൂട്ടി ലീവ് കൊടുക്കും. ആ ദിവസം എവിടെയെങ്കിലും പോയിക്കോട്ടെ, കല്യാണത്തിനാ പെരുതാമസത്തിനാ പോയാലും നമ്മൾ ഡ്യൂട്ടി ലീവ് കൊടുക്കും. പക്ഷെ നമ്മുടെ സംഘടനയിലെ അംഗങ്ങളായിരിക്കണം കേട്ടോ. ഞാൻ ഓഫീസറെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഇത്തിരി തിരക്കില്ല. ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഭാര്യയും 2 കുട്ടികളാണ്. ഇപ്പൊ ഒന്ന് പ്രഗ്നന്റ് വന്നു. ഈ പണി കിട്ടിട്ട് മാത്രം ഒരു വിഷയമില്ലാന്ന് സമാനമായിട്ടിരിക്കുക കേട്ടാ. ശരിയാക്കാം. ഞാനിതാക്കണ്ട്. നേതാക്കന്മാരെന്താണ് ഈ വഴിക്കല്ല? അപ്പൊ ആളും തരമൊക്കെ അറിയാം. പക്ഷെ ഈ എടുത്തു ചാട്ടം അത് നല്ലതല്ല. അത് മനസ്സിലായല്ലോ പ്യാരി സാറേ? അതെ, ഈ കീഴ് ജീവനക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറണമെന്ന് KER KSR പറഞ്ഞിട്ടുണ്ടാ? ഞാൻ ഈ ഓഫീസ് എന്നല്ല ഒരുപാട് ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നാളിതുവരെയും ഒരു കീഴുദ്യോഗസ്ഥരോടും ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ഇനി അങ്ങോട്ട് പെരുമാറുകയില്ല. അങ്ങനെയല്ലല്ലോ സാറേ ഞങ്ങൾ കേട്ടെ. പിന്നെ ഇവിടെ കീഴ് ജീവനക്കാരനായ ഉണ്ണീനെ സാർ ഭീഷണിപ്പെടുത്തിയെന്ന് ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയാലോ? അപ്പം അത് ഇത്ര പെട്ടെന്ന് സാർമാരുടെ അടുത്ത് എത്തി അല്ലേ? ഈ പറയുന്ന ഉണ്ണി എന്ന് പറഞ്ഞ ആള് നമ്മുടെ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. ഉണ്ണിക്കെതിരെ സാറ് നടപടി എടുക്കുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ണിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അതിൻ്റെ ബുദ്ധിമുട്ട് സാറിനുണ്ടാകും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരിട്ട് വന്നത്. എൻ്റെ മാഷേ, ഞാൻ ഈ ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കീഴുദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്താൽ അത് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് നിയമവിരുദ്ധമായിട്ട് ഉണ്ണി ചെയ്തെന്നാ സാറ് പറയണ? ഇവിടെ സമയത്ത് ജോലിക്ക് വരുന്നില്ലേ? അല്ല അനാവശ്യമായിട്ട് ലീവ് എടുക്കണണ്ട? എൻ്റെ മാഷേ, അതൊക്കെ ആണെങ്കിൽ എനിക്കങ്ങ് സഹിക്കാം. ഇത് ഒരാളുടെ ജീവിതം വെച്ചാൽ കളിച്ചേക്കണേ. മണ്ടോദരി എന്ന് പറഞ്ഞ ഒരു പാവൻ ടീച്ചർ, അവർക്ക് മുരിങ്ങയ്ക്കാമൂട് സ്കൂളിൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ ചെന്നതാണ്. അതിനെ വെട്ടിത്തിരുത്തി അതിനെ തടഞ്ഞിട്ട് ഇപ്പോൾ ഈ രജിസ്റ്ററിൽ കുറുക്കമൂലയാക്കി തിരുത്തിയിരിക്കുക. അങ്ങനെ തിരുത്തിയത് ഞാനോ DDO സൈൻ ചെയ്തിട്ടില്ല.
അവിടെ അയാൾ തന്നെ കൗണ്ടർ സൈനും ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഒരു തോന്നിയ ദിവസം കാണിച്ച് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? ഇതാണ് വലിയ തോന്നിയവാസം. എൻ്റെ പൊന്നു മന്മോഹൻ സാറേ, വെട്ടും തിരുത്തൂല്ലാത്ത രജിസ്റ്റർ ഏത് സർക്കാർ ഓഫീസിലാണ് ഉള്ളത്? ഈ മുരിങ്ങാക്കാമൂട്ടിൽ പുതുതായി ജോയിൻ ചെയ്ത ടീച്ചറുടെ കാര്യം, അത് നമ്മുടെ സംഘടനയിലെ സീനിയർ മാഷിൻ്റെ മോളാണ്. പിന്നെ ഈ മണ്ടോദരി ടീച്ചറുടെ ജോലിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് കുറുക്കമൂലയിൽ ജോയിൻ ചെയ്താൽ പോരെ? അപ്പം നിങ്ങൾ പറയുന്നിടത്ത് അവർ ജോലി ചെയ്യണം അല്ലേ? സാറേ, ഒരുപാട് തിരക്കുള്ള രണ്ട് വ്യക്തികളെ ഞങ്ങൾ ഇത്ര ധൃതി പിടിച്ച് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇതിന് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് സാറിന് മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ, ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ അല്ലേ? എൻ്റെ മന്മോഹൻ സാറേ, ഒരു വേക്കൻസി വന്നാൽ ആരെവിടെ പോസ്റ്റ് ചെയ്യണം, ആരെവിടെ നിശ്ചയിക്കണമെന്നൊക്കെ യൂണിയനും സംഘടനക്കും വ്യക്തമായ നിലപാടും അഭിപ്രായവും ഉണ്ട്. അതനുസരിച്ചിട്ടേ കാര്യങ്ങൾ നീങ്ങുള്ളൂ, നീങ്ങിയിട്ടുള്ളതും. ഇപ്പം സാറ് ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കുടുംബമൊക്കെ ആയിട്ട് താമസിച്ചിട്ട് ജോലി ചെയ്യണമല്ലേ സാർ? ഇനി പെൻഷനാകാൻ അധികം നാളൊന്നുമില്ല. ഇനി വേറെ ജില്ലകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് സമാധാനം കളഞ്ഞ് ശിഷ്ട ജീവിതം കഴിക്കണോ, അല്ലെ പ്രമോഷനോടെ സമാധാനമായിട്ട് പിരിയണമെന്ന് സാറ് തീരുമാനിക്കും. അവസാനമായിട്ട് ഞങ്ങൾ പറയുകയാണ്, ഉണ്ണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാ നടപടി ഉണ്ടായാൽ സാറിൻ്റെ ജോലിയുടെ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായോ?